എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. കുറേ ദിവസമായില്ലേ ഞാനിങ്ങനെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനപ്പോൾ ചെടികളൊക്കെ നോക്കിയൊന്ന് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി വീഡിയോകളൊക്കെ ഇടുമ്പോൾ വീഡിയോകൾക്ക് ചില വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടാവും, ചില വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കുറേ അപ്പോഴായില്ലേ, പറഞ്ഞു വരുമ്പോൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. ചെടികളെക്കുറിച്ചൊന്നും അല്ല. കണ്ടോ, ചെടികളിലൊക്കെ നിറയെ പൂക്കളാണ് കേട്ടോ. കണ്ടോ, ചെടികളെക്കുറിച്ചൊന്നും അല്ല ഇന്ന് ഞാൻ പറയാൻ പോണത്. ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം ഇപ്പോൾ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാണിക്കാൻ പോണത്. സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട്. ഞാനിതൊന്നും ചെയ്യണമെന്ന് വിചാരിച്ച ആളല്ല, പക്ഷേ നമ്മൾ കാലത്തിനൊപ്പം നീങ്ങണം അല്ലേ, കാലത്തിനൊപ്പം നീങ്ങുക, ഒഴുക്കിനൊപ്പം നീങ്ങുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് ചെടികളൊക്കെ കണ്ടോ, പുറകിൽ ചെത്തിപ്പൂക്കളൊക്കെ നിൽക്കണുണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. കണ്ടോ, മുല്ലപ്പൂക്കളൊക്കെ നിൽക്കണുണ്ടോ. മുല്ലയല്ല, വേറെന്തോ പേരാണ്, ബ്രൊക്കേഡ് മുല്ല എന്നോ അങ്ങനെ എന്തോ പേരാ തോന്നണം കേട്ടോ. എനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സന്തത സഹചാരി പൂച്ചകളൊക്കെ പുറകിലുണ്ട്, എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞു, എങ്കിലും എൻ്റെ കൂടെ നടക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് വീഡിയോ എടുക്കാം. സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ വീഡിയോ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊക്കെ അകത്തേക്ക് വന്നു കേട്ടോ. വീഡിയോ വലുതായി പോകണമെങ്കിൽ ക്ഷമിക്കണം. ചില ആൾക്കാർ വീഡിയോ ഇങ്ങനെ വെറുതെ വലിച്ചു നീട്ടി കാര്യങ്ങളൊക്കെ അവസാനം പറയണ കേട്ടിട്ടുണ്ട്. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാനപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്കൊന്ന് പോയത് കേട്ടോ. ആദ്യം നിങ്ങളോടൊന്ന് സംസാരിക്കണമല്ലോ, ചെടികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ കാര്യം പറയാം. സത്യം പറഞ്ഞ ഈ വീഡിയോ എൻ്റെ മോൻ കാണല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം അവൻ ചോദിക്കും, അമ്മയ്ക്ക് ഇത്രയ്ക്ക് അന്ധവിശ്വാസമായോ എന്ന് വിചാരിക്കും. കാരണം അവൻ പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇതുപോലൊരു സംഭവം ചെയ്തിട്ട് ഫ്ലോപ്പായി എന്ന് പറഞ്ഞവൻ സങ്കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ. പക്ഷേ എങ്കിലും നമ്മൾ എന്താ പറയുക, കാലത്തിനൊപ്പം പോവുക. നമ്മുടെ വീഡിയോ ഒന്ന് കയറിപ്പോണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ, അതുകൊണ്ട്. എനിക്ക് ഭയങ്കര കഫത്തിൻ്റെ പ്രശ്നം കേട്ടോ, എന്താ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും വലിച്ചു നീട്ടി പോകാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഒന്നുമല്ല. ഇപ്പോൾ എല്ലാവരും കയ്യിലൊക്കെ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോകൾ വരുന്നുണ്ടല്ലോ. അതിൽ രജനി വയലാർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ജയയുടെ കണ്ടു, എന്താണ് കുമ്പിളി വ്ളോഗ്സോ അങ്ങനെ എന്തോ ഒരാളുടെ കണ്ടു, കുറേ പേരുടെ കണ്ടു കേട്ടോ. അപ്പം എനിക്കും തോന്നി ഇത് ചെയ്താൽ. പക്ഷേ ചെയ്തവരൊന്നും അവർക്ക് എന്താണ് സാധിച്ചു കിട്ടിയതെന്ന് ആരും പറയണില്ല കേട്ടോ. ഞങ്ങളുടെ കാര്യം സാധിച്ചു, അത് പിന്നെ പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരാളോട് പറഞ്ഞിട്ട് അയാൾ ഇത് ചെയ്ത് നോക്കുന്നുണ്ട്. ആ ആൾക്ക് കാര്യം റെഡി ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഇന്ന് മുതൽ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പം നിങ്ങളോടത് എങ്ങനെയാണെന്ന് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. പക്ഷേ എനിക്കും ചെയ്യണ്ടേ. ചെയ്ത് നോക്കിയാലാണല്ലോ അത് സത്യമാണോ നുണയാണോ എന്ന് നമുക്കറിയുള്ളൂ. അപ്പം നമുക്കത് സത്യമാണോ എന്ന് നോക്കാം. സത്യമാണെങ്കിൽ ഞാൻ പറയും നിങ്ങളോട്, എനിക്ക് എന്ത് കാര്യമാണ് സാധിച്ചത് എന്നുകൂടി ഞാൻ പറയും കേട്ടോ. അത് സാധിച്ച അപ്പം തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കും. അപ്പോൾ അതെന്താ ഞാൻ ചെയ്യാൻ പോണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഇടത്തെ കയ്യിലെ ലെഫ്റ്റ് ഹാൻഡ്, ഇടത്തെ കയ്യിലെ ഈ ചൂണ്ട് വിരലിൽ നമ്മൾ ഒരു നമ്പർ എഴുതണം. എന്താണ്? 9 എന്നെഴുതണം. അതായത് എപ്പോഴാണ് സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ എഴുതണം. ഈ രണ്ട് ഒരു വെട്ട് പോലെ ഉണ്ടല്ലോ, ഒരു കളം പോലെയാണല്ലോ നമ്മുടെ വിരലിൻ്റെ ഇങ്ങനെ ഇരിക്കണം. 3 എണ്ണമാണല്ലോ. അപ്പോൾ ഈ 2 എണ്ണത്തിലായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. 9 എന്ന് എഴുതണം. അത് സമയം രാത്രിയാണ്. 9 മണിക്കും 10 മണിക്കും ഇടയ്ക്കാണ് എഴുതേണ്ടത്. അത് അരമണിക്കൂർ മാഞ്ഞു പോകാൻ പാടില്ല. രാത്രിയാകുമ്പോൾ എന്തായാലും മാഞ്ഞു പോവില്ലല്ലോ, നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞിരിക്കുകയാണല്ലോ. വേറൊരു നമ്പറുണ്ട് 1212. അത് പക്ഷേ ചിലപ്പോൾ നമ്മൾ രാവിലെയൊക്കെ ശ്രദ്ധിക്കില്ല, മാഞ്ഞു പോവും. പണികളൊക്കെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പകലൊക്കെ പണിയുള്ളതുകൊണ്ട്. എങ്കിലും അതും ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊരു നമ്പർ എഴുതുന്നുണ്ട്, എഴുതി തുടങ്ങിയിട്ടുണ്ട്. സാധിക്കുകയാണെങ്കിൽ പറയാം കേട്ടോ, എന്താ കാര്യം എന്നും പറയാം. അപ്പോൾ എൻ്റെ കാര്യം എന്താണെന്ന് പറയാം കേട്ടോ. ആ ആളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ കാര്യം സാധിച്ചാൽ എന്താണെന്ന് പറയാം. അപ്പോൾ ഈ നമ്പർ നമ്മളിങ്ങനെ എഴുതിയിട്ട് അരമണിക്കൂർ മായാതെ വെക്കുക. ഇതാണ് പറയുന്നത്.
ആ രജനിയുടെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് സാധിച്ചു ചിലർ സാധിച്ചില്ല, തട്ടിപ്പാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണത് പലരുടെ വീഡിയോയുടെ താഴെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളപ്പോൾ നന്നായിട്ട് ഒന്ന് മനസ്സിലൊന്ന് വിശ്വാസത്തോടു കൂടി എഴുതുക കേട്ടോ, അല്ലാതെ ഇതൊന്നും നടക്കില്ല ഒന്നുമില്ല എന്ന് നമ്മളെല്ലാത്തിനും ഒരു വിശ്വാസം ഉണ്ടാവണമല്ലോ. ഇത് എനിക്ക് സാധിക്കും, എനിക്ക് കഴിയും, അങ്ങനെ വിചാരിച്ചിട്ടാണ്. ചിലപ്പോൾ ഇത് എന്താ പറയുക, അവിചാരിതമായി സംഭവിക്കുന്നതായിരിക്കും. 21 ദിവസമാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്, 21 ദിവസം. ചിലർക്ക് 9 ദിവസമായപ്പോൾ സാധിച്ചു എന്നൊക്കെ പറയണ കണ്ടു. 21 ദിവസം ചെയ്യണം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കാര്യം 21 ദിവസം കൊണ്ട് ചിലപ്പോൾ നടക്കും. ഇപ്പോൾ ഒരു വീട് വിൽക്കാനിട്ടേക്കാന്ന് വയ്ക്കാം. അപ്പോൾ ചിലപ്പോൾ ഇത് എഴുതിയത് കൊണ്ടായിരിക്കില്ല അത് നടക്കണത്. ഞാൻ അന്ധവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യണില്ല കേട്ടോ, എങ്കിലും എനിക്ക് പരീക്ഷിക്കണം, അതിനു വേണ്ടി ഞാൻ ചെയ്യണത്. വിശ്വാസമുള്ളവരെ ഞാൻ ഒന്നും കളിയാക്കണമില്ല. അപ്പോൾ ചിലപ്പോൾ 21 ദിവസം ചിലപ്പോൾ നടക്കും അത്, അല്ലെങ്കിൽ ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 21 ദിവസം കൊണ്ടത് ശരിയാവും. അപ്പോൾ ഇതുകൊണ്ടാണ് നടന്നതെന്ന് നമ്മുടെ മനസ്സിലൊരു വിശ്വാസം വരും, ഒരു സന്തോഷം വരും. അപ്പോൾ നമ്മളെല്ലാവരും ഷെയർ ചെയ്യും. നമ്മൾ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ചിലപ്പോൾ ഇത് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൂടുതൽ പ്രയത്നിക്കും, അപ്പോൾ അത് നടക്കും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ വിശ്വസിക്കുന്നവർക്കും കൊള്ളാം. എന്തായാലും നിങ്ങളൊന്ന് എഴുതിയൊക്കെ നോക്കുക. നമുക്ക് അധികം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ ഇത് എഴുതിയെന്ന് വെച്ച് നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് എഴുതി വെക്കുക, അത്രയുള്ള നന്നായിരുന്നു. വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് എഴുതുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വിചാരിച്ച കാര്യം സാധിക്കണേ എന്ന് വിചാരിച്ചിട്ട് ഇത് നടക്കും എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് എഴുതുക. അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ ചെയ്ത ആൾക്കാർ പറയണത്. ഞാനും ഒരു ചെറിയ യൂട്യൂബറല്ല, അവരൊക്കെ വലിയ യൂട്യൂബർമാരാണ്, ഞാനൊരു കുഞ്ഞ് യൂട്യൂബർ, എന്താ പറയുക കടുകുമണിയുടെ അത്രയുള്ള. അപ്പോൾ എനിക്കും ഇതിൻ്റെ ഒപ്പം ഒന്ന് പോകണമല്ലോ. അപ്പം ഞാനും നോക്കട്ടെ, രക്ഷപ്പെടും. ഇടയ്ക്ക് വെച്ച് എന്തോ ഒരു തടസ്സം വന്നു, നിങ്ങളുടെ വീഡിയോ ലോങ് ആണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞ് എഴുതി കാണിച്ചു. അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ ഞാനും ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ചെയ്തു നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ചേച്ചി പറ്റിക്കുകയാണെന്നൊന്നും പറയരുത്, ഞാനും പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. ശരിയാവുകയാണെങ്കിൽ നിങ്ങളുടെ എന്താ കാര്യം നിങ്ങളോട് ഞാൻ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ചെയ്തു എന്ന് മാത്രം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റ.